ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ വീഡിയോയിൽ നമ്മൾ ക്യാഷെ മെമ്മറിനെ കുറിച്ചും മെമ്മറി മാപ്പിംഗ് ടെക്നിക്സിനെ കുറിച്ചും ക്യാഷെ കൊഹറൻസിനെ കുറിച്ചും ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. CPU-നും മെയിൻ മെമ്മറിക്കും ഇടയിലുള്ള നമുക്ക് CPU ഉണ്ട്, അതുപോലെ മെയിൻ മെമ്മറി ഉണ്ട്. ഇതിന് രണ്ടിനും ഇടയ്ക്കാണ് ഏത് വരുന്നത്? അതിനിടയ്ക്ക് വരുന്ന ഇന്റർമീഡിയറ്റ് മെമ്മറിയാണ് ക്യാഷെ മെമ്മറി എന്ന് പറയുന്നത്. സ്മോൾ ആണ്, അതുപോലെ ഫാസ്റ്റും ആയിട്ടുള്ള മെമ്മറിയാണ്. നമ്മൾ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന ഡേറ്റയും ഇൻസ്ട്രക്ഷൻസും ഒക്കെ നമ്മൾ ക്യാഷെയിൽ പ്ലേസ് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ആവറേജ് ആക്സസ് ടൈം മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ പ്രോസസ്സർ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് ക്യാഷയ്ക്കകത്ത് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആ കണ്ടന്റ് ക്യാഷയ്ക്കകത്ത് പ്രസന്റ് ആണെങ്കിൽ നമുക്ക് പറയാം ഒരു ഹിറ്റ് ആയി എന്നുള്ളത്. അല്ല എങ്കിൽ നമ്മൾ ഇൻ കേസ് ആ ഒരു കണ്ടന്റ് ക്യാഷയ്ക്കകത്ത് പ്രസന്റ് അല്ല എങ്കിൽ അതിനെ നമ്മൾ മിസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമൊക്കെ തന്നെയാണ്. ഒരു മിസ് ഒക്കർ ചെയ്യുമ്പോൾ പ്രൊസസ്സർ എന്ത് ചെയ്യും? ക്യാഷയ്ക്കകത്ത് കണ്ടന്റ് ഇല്ല എന്നാണ് അതിന്റെ മീനിങ്. അന്നേരം പ്രൊസസ്സർ ആ കണ്ടന്റ് മെയിൻ മെമ്മറിക്കകത്തു നിന്ന് ഡയറക്ട്ലി ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. അപ്പോൾ മെയിൻ മെമ്മറിക്കകത്ത് ആ ഡേറ്റ പ്രസന്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? അതിന്റെ ഒരു കോപ്പി എന്ന് പറയുന്നത് ക്യാഷയ്ക്കകത്തേക്ക് കൂടെ നമ്മൾ എന്ത് ചെയ്യും? ഫോർവേഡ് ചെയ്യും, സോ ദാറ്റ് വി ക്യാൻ റെഫർ ഇറ്റ് ഇൻ ഫ്യൂച്ചർ. ഈ ക്യാഷയുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് ആണ്. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് നമ്മളിവിടെ പഠിച്ചു വെക്കേണ്ടത് ക്യാഷയുടെ പെർഫോമൻസ് എന്തൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ്. ഇത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലാണെങ്കിലും 4 ഓപ്ഷൻ തന്നിട്ട് ക്യാഷിന്റെ പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏത് അല്ലെങ്കിൽ ചെയ്യാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. ക്യാഷെ പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്യാഷെ സൈസ്, അതുപോലെ തന്നെ ക്യാഷെ ബ്ലോക്ക് സൈസ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ എത്ര നമ്പർ ഓഫ് ലെവൽസ് ഓഫ് ക്യാഷെ. അതുപോലെ തന്നെ ക്യാഷയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മാപ്പിംഗ് ടെക്നിക്ക്, അത് നമ്മൾ ഇനി ഫർദർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ക്യാഷെ റീപ്ലേസ്മെന്റ് പോളിസി, സിമിലർലി ക്യാഷെ അപ്ഡേഷൻ പോളിസി. ഇതൊക്കെയാണ് ക്യാഷെ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഈ ക്യാഷെ മെമ്മറി നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനെ ഈക്വൽ നമ്പർ ഓഫ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ പാർട്സിനെ നമ്മൾ പറയുന്ന പേരാണ് ബ്ലോക്സ്, ക്യാഷെ ബ്ലോക്സ് അല്ലെങ്കിൽ ക്യാഷെ ലൈൻസ് എന്നും നമുക്ക് പറയാം. ഓക്കെ, ഈ മെയിൻ മെമ്മറിന്ന് ക്യാഷയിലോട്ട് നമ്മൾ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് ബ്ലോക്സിന്റെ ഫോമിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ മെയിൻ മെമ്മറി ആണെങ്കിലും ക്യാഷെ ആണെങ്കിലും ഈക്വൽ സൈസ് ബ്ലോക്സ് ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതായത് ക്യാഷെ ലൈൻ സൈസ് എന്ന് പറയുന്നത് ദിസ് ഈസ് ഈക്വൽ ടു മെയിൻ മെമ്മറി ബ്ലോക്ക് സൈസ്. നമുക്ക് ബ്ലോക്ക് സൈസ് തരികയാണ്, ക്യാഷെ സൈസ് തരികയാണെങ്കിൽ നമ്പർ ഓഫ് ക്യാഷെ ലൈൻസ് കാണാൻ എത്ര നമ്പർ ഓഫ് ക്യാഷെ ലൈൻസ് ക്യാഷയ്ക്കകത്ത്, എത്ര നമ്പർ ഓഫ് ബ്ലോക്സ് ക്യാഷയ്ക്കകത്ത് ഉണ്ട് എന്ന് കാണാനായിട്ട് ക്യാഷന്റെ സൈസ് ഡിവൈഡഡ് ബൈ ബ്ലോക്ക് സൈസ് ചെയ്താൽ മതിയാവും കേട്ടോ. വേറൊന്നുമല്ല, ഇതാണ് നമ്മുടെ ക്യാഷെ മെമ്മറി എന്ന് വിചാരിക്കുക. ഈ ക്യാഷന്റെ സൈസ് 8 MB ആണെന്ന് വിചാരിക്കാം. ഓരോ ബ്ലോക്കിന്റെയും സൈസ് നമുക്ക് തന്നിട്ടുണ്ട്. ബ്ലോക്ക് സൈസ് ഇതിലെ ഓരോ ബ്ലോക്കും 2 MB വീതാണെന്ന് പറഞ്ഞെന്ന് വിചാരിക്കുക. അങ്ങനെ വെച്ചാൽ എത്ര ക്യാഷെ ലൈൻസ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ നമ്മൾ കാണുക? ഈ ടോട്ടൽ സൈസ് ഓഫ് ക്യാഷെനെ ഒരു ബ്ലോക്കിന്റെ സൈസ് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യും. അതായത് 8 ഡിവൈഡഡ് ബൈ 2 ചെയ്യും. നമ്മൾ ഈ ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 4 ആണ് കിട്ടുന്നത്. അതായത് 4 നമ്പർ ഓഫ് ക്യാഷെ ലൈൻസ് ഈ ക്യാഷയ്ക്കകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നർത്ഥം. 4 നമ്പർ ഓഫ് ക്യാഷെ ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 4 നമ്പർ ഓഫ് ബ്ലോക്സ് ഇതിനകത്ത് ഉണ്ടെന്ന് അർത്ഥം. ഓക്കെ, ഇനി നമുക്ക് ക്യാഷെ മാപ്പിംഗ് ടെക്നിക്സിലോട്ട് പോവാം. നമുക്കറിയാം ബ്ലോക്സ് ഫോമിലായിരിക്കും മെയിൻ മെമ്മറിന്ന് നമ്മൾ ക്യാഷെ മെമ്മറിയിലോട്ട് ഡേറ്റ എന്ത് ചെയ്യുന്നത്? ലോഡ് ചെയ്യുന്നത്. ഈ ക്യാഷെ മാപ്പിംഗ് ആണ് മെയിൻ മെമ്മറിയുടെ ഏത് ബ്ലോക്ക്
ക്യാഷെ മെമ്മറിക്കകത്തുള്ള ഏത് ബ്ലോക്കിലോട്ട് വേണം ലോഡ് ചെയ്യാൻ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാപ്പിംഗ് ടെക്നിക്സ് ഉണ്ട്. ഈ മാപ്പിംഗ് ടെക്നിക്സ് ഹിറ്റ് റേഷ്യോ ബാലൻസ് ചെയ്യുക, അതുപോലെ സെർച്ച് ടൈം ബാലൻസ് ചെയ്യുക, ടാഗ് സൈസ് ബാലൻസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കും. ഓരോ ക്യാഷെ ബ്ലോക്കിനും ഒരു ടാഗ് ഉണ്ടായിരിക്കും. സേ ഇത് നമ്മുടെ മെയിൻ മെമ്മറി ആണ്. മെയിൻ മെമ്മറിന്ന് ഒരു ബ്ലോക്ക്, ഈ ഒരു ഇത്രയും ഭാഗം ഒരു ബ്ലോക്കിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എങ്കിൽ ബ്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ ക്യാഷെയിലോട്ട് നമ്മൾ ഡേറ്റ ലോഡ് ചെയ്യുന്നത്. ഈ ഓരോ ക്യാഷെ ബ്ലോക്കിനും ഒരു ടാഗ് കാണും. അതായത് മെയിൻ മെമ്മറിയിലെ ഏത് ബ്ലോക്കാണ് നമ്മുടെ ഈ ക്യാഷയുടെ ഈ ബ്ലോക്കിലോട്ട്, ഈ കറസ്പോണ്ടിങ് ബ്ലോക്കിലോട്ട് നമ്മൾ ലോഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ മാപ്പ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് തിരിച്ചറിയണ്ടേ. അതിന് വേണ്ടിയിട്ട് ഒരു ടാഗ് കാണുമായിരിക്കും. ഇങ്ങനെയുള്ള ടാഗ്സിന്റെ കളക്ഷനെയാണ് നമ്മൾ ക്യാഷെ ഡയറക്ടറി എന്ന് പറയുന്നത്. പേജ് ടേബിൾ പോലെ തന്നെ കേട്ടോ, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ പേജ് ടേബിൾ പോലെയാണിത്. ഈ ക്യാഷയുടെ തന്നെ ഭാഗമായിരിക്കും ഈ പറയുന്ന ക്യാഷെ ഡയറക്ടറി. ക്യാഷെ മെമ്മറി കമ്പാരിറ്റീവ്ലി എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷെ ഡയറക്ടറി മാക്സിമം സ്മോൾ ആയിട്ട് വേണം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ അർത്ഥം എന്താണ്, ടാഗിന്റെ സൈസ് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കണം. ഈ മെയിൻ മെമ്മറിയുടെ അഡ്രസ് എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്യുന്നത് ആരായിരിക്കും, പ്രോസസർ ആയിരിക്കും. നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇറ്റ് കണ്ടെയ്ൻസ് ഡിസയേർഡ് ബ്ലോക്ക് നമ്പർ. ഇത് ഈ ഡിസയേർഡ് ബ്ലോക്ക് നമ്പർ നമ്മൾ എന്ത് ചെയ്യും, ക്യാഷെ ബ്ലോക്കുമായിട്ട് കമ്പയർ ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ബ്ലോക്ക് നമ്പർ കിട്ടുന്നത്. സപ്പോസ് ഈ ബ്ലോക്ക് നമ്പറും ഈ ഒരു ബ്ലോക്ക് നമ്പറും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈക്വൽ ആണെങ്കിൽ മാത്രമാണ് അതൊരു ക്യാഷെ ഹിറ്റ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നെക്സ്റ്റ് ബ്ലോക്സ് ഓരോന്നായിട്ട് ടാഗ്സ് ചെക്ക് ചെയ്തോണ്ടേ ഇരിക്കേണ്ടി വരും. ഇതിനകത്ത് എവിടെയെങ്കിലും ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കണ്ടന്റ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടോ എന്നറിയാം. പ്രോസസർ ആണ് എന്ത് ചെയ്യുന്നത്, ഈ മെയിൻ മെമ്മറി അഡ്രസ് ജനറേറ്റ് ചെയ്യുന്നത്. ഈ പ്രോസസറിനും മെയിൻ മെമ്മറിക്കും ഇടയിലാണ് ക്യാഷെ പ്ലേസ് ചെയ്തിരിക്കുന്നത് കേട്ടോ, അത് മറക്കരുത്. നമ്മൾ ഈ ക്യാഷയ്ക്കകത്ത് ഇത്രയും ബ്ലോക്സ് സെർച്ച് ചെയ്യുമല്ലോ. സോ നമ്മൾ യൂസ് ചെയ്യുന്ന മാപ്പിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സെർച്ച് ഏറ്റവും കുറവ് വരുന്ന രീതിയിൽ ഉള്ള ഒരു മാപ്പിംഗ് ടെക്നിക്ക് വേണം യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഹിറ്റ് റേഷ്യോ എന്തായിരിക്കണം, ഹൈ ആയിരിക്കണം, മാക്സിമം ആയിരിക്കണം. അപ്പൊ നമ്മൾ ഇവിടെ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ടാഗിന്റെ സൈസ് മിനിമം ആയിരിക്കണം, അതുപോലെ നമ്പർ ഓഫ് സെർച്ചസ് ലോ ആയിരിക്കണം, ഹിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഇറ്റ് ഹാസ് ടു റിമെയിൻ ആസ് ഹൈ ആസ് പോസിബിൾ. ഓക്കെ, 3 തരത്തിലുള്ള ക്യാഷെ മാപ്പിംഗ് ടെക്നിക്സ് ആണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അസോസിയേറ്റീവ് മാപ്പിംഗ്, ഈ അസോസിയേറ്റീവ് മാപ്പിങ്ങിനെ പറയുന്ന മറ്റൊരു പേരാണ് ഫുള്ളി അസോസിയേറ്റീവ് മാപ്പിംഗ്. ഓക്കെ, ഫസ്റ്റ് വൺ ഇതാണ്. പിന്നെ ഉള്ളത് ഡയറക്റ്റ് മാപ്പിംഗ്, സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ്. അതിലേക്ക് നമുക്ക് വരാം. ആദ്യം തന്നെ അസോസിയേറ്റീവ് മാപ്പിംഗ് അല്ലെങ്കിൽ ഫുള്ളി അസോസിയേറ്റീവ് മാപ്പിംഗ് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണേ എന്നുള്ളത് നോക്കാം. അസോസിയേറ്റീവ് മാപ്പിംഗ് അല്ലെങ്കിൽ ഫുള്ളി അസോസിയേറ്റീവ് മാപ്പിംഗിൽ നമുക്ക് മെയിൻ മെമ്മറി ഉണ്ട്, ക്യാഷെ മെമ്മറി ഉണ്ട്. ഓക്കെ, നമ്മുടെ മെയിൻ മെമ്മറിയിലെ ഏത് ബ്ലോക്ക് വേണമെങ്കിലും നമുക്ക് എന്താ, ക്യാഷയ്ക്കകത്ത് എവിടെയാണോ അവൈലബിൾ ആയിട്ടുള്ളത്, ഏത് ബ്ലോക്ക് ആണോ അവൈലബിൾ ആയിട്ടുള്ളത് അങ്ങോട്ടേക്ക് നമുക്ക് എന്ത് ചെയ്യാം, മാപ്പ് ചെയ്യാം. എനി ബ്ലോക്ക് ഓഫ് മെയിൻ മെമ്മറി, നമ്പറോ ഒന്നും വിഷയമല്ല, എത്രയാണ് ക്യാഷെ ഉള്ളത് ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏത് ബ്ലോക്ക് വേണമെങ്കിൽ ഫ്രീലി അവൈലബിൾ ആയിട്ടുള്ള ഏത് ബ്ലോക്കിലേക്ക് വേണമെങ്കിൽ നമുക്ക് മാപ്പ് ചെയ്യാം. എനി ബ്ലോക്ക് ഓഫ് മെയിൻ മെമ്മറി ക്യാൻ ബി മാപ്ഡ് അറ്റ് എനി അവൈലബിൾ ബ്ലോക്ക് ഓഫ് ക്യാഷെ മെമ്മറി. അത്രേ ഉള്ളൂ അസോസിയേറ്റീവ് മാപ്പിംഗ് എന്ന് പറയുന്നത്. മാപ്പിങ്ങിനെ റെസ്ട്രിക്ട് ചെയ്യുന്ന വേറെ യാതൊരു റൂൾസും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ഫുൾ ക്യാഷെ ഈസ് അവൈലബിൾ ഫോർ മാപ്പിംഗ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ പേര് ഫുള്ളി അസോസിയേറ്റീവ് മാപ്പിംഗ് എന്ന് ഇട്ടിരിക്കുന്നത് തന്നെ. നമുക്കൊരു പെന്റിയം പ്രോസസറിന്റെ ക്യാഷെ വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. എന്റെ മെയിൻ മെമ്മറി എന്ന് പറയുന്നത് 4 GB ആണെന്ന് വിചാരിക്കുക. 4 GB എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് 2^32 ആണ് വരുന്നത്. ദെൻ സൈസ് ഓഫ് ക്യാഷെ മെമ്മറി 4 GB മെയിൻ മെമ്മറി
4 GB വരുന്നുണ്ട്. സൈസ് ഓഫ് ക്യാഷെ മെമ്മറി എന്ന് പറയുന്നത് 8 KB ആണ്. 8 KB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 power 13 അല്ലേ വരുന്നത്? യെസ്. ഇനി സൈസ് ഓഫ് ക്യാഷെ ബ്ലോക്ക്, സൈസ് ഓഫ് ക്യാഷെ ബ്ലോക്ക് അല്ലെങ്കിൽ സൈസ് ഓഫ് ക്യാഷെ ലൈൻ എന്ന് പറയുന്നത് 32 bytes ആണ്. 32 bytes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 2 power 5 എന്ന് എഴുതിക്കൂടാ. അതിനാ 2 power 5 അല്ലേ 32 വരുന്നത്? യെസ്. ഇനി നമ്പർ ഓഫ് ബ്ലോക്സ് ഇൻ മെയിൻ മെമ്മറി. എനിക്ക് മെയിൻ മെമ്മറിയുടെ സൈസും അതുപോലെ തന്നെ ക്യാഷെ ബ്ലോക്ക് സൈസും കിട്ടിക്കഴിഞ്ഞിട്ട് വെച്ചാൽ നമ്പർ ഓഫ് ബ്ലോക്സ് ഇൻ മെയിൻ മെമ്മറി കാണാൻ ഈസി അല്ലേ? സൈസ് ഓഫ് മെയിൻ മെമ്മറി വിച്ച് ഇസ് 4 GB. 4 GB എന്ന് പറഞ്ഞാൽ 2 power 32 ഡിവൈഡഡ് ബൈ സൈസ് ഓഫ് ക്യാഷെ ബ്ലോക്ക് തന്നെ ആയിരിക്കും എന്ത്? സൈസ് ഓഫ് മെയിൻ മെമ്മറി ബ്ലോക്ക് സൈസും വിച്ച് ഇസ് 2 power 5. ദിസ് ഈസ് ഈക്വൽ ടു എത്ര വരിക? 2 power 27. അപ്പൊ എനിക്ക് മെയിൻ മെമ്മറിക്കകത്ത് 2 power 27 ബ്ലോക്സ് അവൈലബിൾ ആണ്. അതായത് ഞാൻ ഇതിനെ ഒന്ന് നമ്പർ ചെയ്യാണ്. ബ്ലോക്ക് 0, ബ്ലോക്ക് 1 അങ്ങനെ പോയി ബ്ലോക്ക് 2, ബ്ലോക്ക് 3 അങ്ങനെ പോയി ബ്ലോക്ക് 2 power 27 മൈനസ് 1 അല്ലേ? കാരണം 0 എന്നാണ് ഞാൻ ബ്ലോക്കിന്റെ നമ്പറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും ബ്ലോക്സ് എന്റെ മെയിൻ മെമ്മറിക്ക് അകത്ത് അവൈലബിൾ ആയിരിക്കും. ഇനി ക്യാഷെന്റെ കാര്യത്തിലേക്ക് വരാം. നമ്പർ ഓഫ് ബ്ലോക്സ് ഇൻ ക്യാഷെ മെമ്മറി. എന്റെ ക്യാഷെന്റെ സൈസ് എത്രയാന്ന് എനിക്കറിയാം. എത്രയാണ്? 2 power 13 അല്ലെ? 2 power 13 ഡിവൈഡഡ് ബൈ ക്യാഷെ ബ്ലോക്ക് സൈസ് എത്രയാ? 2 power 5 അല്ലെ? ഇത് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 2 power 8 അല്ലെ? അപ്പൊ 2 power 8 ബ്ലോക്സ് ആണ് എന്റെ ക്യാഷെ മെമ്മറിക്കകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ എന്റെ ക്യാഷെന്റെ സൈസ് എനിക്കറിയാം 8 KB ആണ് വരുന്നത്. ഇതിലെ നമ്പർ ഓഫ് ബ്ലോക്സ് 2 power 8 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതിലെ ബ്ലോക്സ് ഒന്ന് നമുക്ക് നമ്പർ ചെയ്ത് നോക്കാം. ബ്ലോക്ക് 0 വരുന്നു, ബ്ലോക്ക് 1 വരുന്നു, ബ്ലോക്ക് 2, ബ്ലോക്ക് 3 അങ്ങനെ അപ് ടു ബ്ലോക്ക് 2 power 8 മൈനസ് 1. 2 power 8 എന്ന് പറഞ്ഞിട്ട് എത്രയാ? 2, 4, 8, 16, 32, 64, 128, 256 അല്ലേ? 256 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 255 അല്ലേ? അതായത് 255, 0 to 255 വരെ ടോട്ടൽ 256 ബ്ലോക്സ് ആണ് എന്റെ ക്യാഷെ മെമ്മറിക്കകത്തുള്ളത്. ഇനി എനിക്ക് എന്താണ് കാണേണ്ടത്? ടാഗ് സൈസ് ആണ് കാണേണ്ടത്. എനിക്ക് എന്റെ പ്രൊസസർ ഒരു അഡ്രസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. മെയിൻ മെമ്മറി അഡ്രസ് ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ആ ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ്സില് എന്ന് പറയുന്നത് 2 കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇതാണ് എന്റെ മെയിൻ മെമ്മറി അഡ്രസ് ജനറേറ്റഡ്. മെയിൻ മെമ്മറിയുടെ സൈസ് 2 power 32 ആയതുകൊണ്ട് തന്നെ മെയിൻ മെമ്മറി അഡ്രസ് എന്ന് പറയുന്നത് 32 ബിറ്റ്സ് ലോങ് ആയിരിക്കും. 32 ബിറ്റ്സ് കാണും. ഈ 32 ബിറ്റ്സില് എന്റെ ക്യാഷെ മെമ്മറിന്റെ സൈസ് എത്രയാണ്? 2 power 13 ആണ് തന്നിട്ടുണ്ട്. സൈസ് ഓഫ് ക്യാഷെ ബ്ലോക്ക് എന്ന് പറയുന്നത് 2 power 5 ആണ്. ക്യാഷെ ബ്ലോക്കിന്റെ സൈസ് 2 power 5 ആയതുകൊണ്ട് തന്നെ 5 ബിറ്റ്സ് വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്ലോക്കിനകത്ത് വരുന്ന ലൊക്കേഷൻ എനിക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കില്ലേ? സോ എനിക്ക് എന്ത് മതി? 5 ബിറ്റ്സ് മതി എന്റെ ഈ ക്യാഷെ ബ്ലോക്കിനകത്തുള്ള ലൊക്കേഷൻ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. റിമൈനിങ് എത്ര ബിറ്റ്സ്? 27 ബിറ്റ്സ് വിച്ച് ഈസ് നമ്പർ ഓഫ് ബ്ലോക്സ് ഇൻ മെയിൻ മെമ്മറി ആണ്. കണ്ടോ? ഈ 27 ബിറ്റ്സ് എന്ന് പറയുന്നത് ബ്ലോക്ക് നമ്പറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ 27 ബിറ്റ്സ് ആയിരിക്കും എന്റെ ടാഗിന്റെ സൈസ് എന്ന് പറയുന്നത്. സോ മെയിൻ മെമ്മറി അഡ്രസ് നമ്മളിപ്പോ തന്നെ പറഞ്ഞായിരുന്നു. എത്രയാണ് വരുന്നത്? 32 ബിറ്റ്സ് അല്ലേ? ആ 32 ബിറ്റ്സില് എനിക്ക് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ആദ്യത്തെ 27 ബിറ്റ് എന്റെ ബ്ലോക്ക് നമ്പറിനെ ഇൻഡിക്കേറ്റ് ചെയ്യും, അതായത് ടാഗ് സൈസ് ഇൻഡിക്കേറ്റ് ചെയ്യും. റിമൈനിങ് ബിറ്റ്സ് 32 മൈനസ് 27 എത്രയാ? 5 ബിറ്റ്സ് എന്ന് പറയുന്നത് ലൊക്കേഷൻ വിത്തിൻ ബ്ലോക്ക് റെപ്രസെന്റ് ചെയ്യാം. ലൊക്കേഷൻ വിത്തിൻ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, സൈസ് ഓഫ് ക്യാഷെ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 power 5 32 ബൈറ്റ്സ് ആണ്. അതായത് 2 power 5 2 power 5 സൈസ് ക്യാഷെ ബ്ലോക്കിന്റെ സൈസ് വരുന്നതെങ്കിൽ എനിക്ക് ഈ 5 ബിറ്റ്സ് വെച്ചിട്ട് എന്ത് ചെയ്യാം? ഈ ബ്ലോക്കിനകത്തുള്ള ഒരു ലൊക്കേഷൻ എനിക്ക് റെപ്രസെന്റ് ചെയ്തൂടെ? ചെയ്യാം.
ഇങ്ങനെയാണ് അസോസിയേറ്റീവ് മാപ്പിംഗ് നടക്കുന്നത്. അതായത് ഈ മെയിൻ മെമ്മറിക്ക് അകത്ത് 2^27 - 1 അത്രയും ബ്ലോക്സ് അവൈലബിൾ ആയിരിക്കും. ഇതിലെ ഏത് ബ്ലോക്ക് വേണമെങ്കിലും എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഫ്രീലി അവൈലബിൾ ആയിട്ടുള്ള ഏത് ബ്ലോക്കിലോട്ടും പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെയാണ് അസോസിയേറ്റീവ് മാപ്പിംഗ് എന്ന് പറയുന്നത്. ഇതിൽ എനിക്ക് പ്രോബ്ലം വരുവാണ്, നമുക്ക് മെയിൻ മെമ്മറി സൈസ് തന്ന് ക്യാഷെ സൈസ് തന്ന് ക്യാഷെ ബ്ലോക്കിന്റെ സൈസും തരുവാണെങ്കിൽ എങ്ങനെയാണ് ആ മെയിൻ മെമ്മറിക്കകത്ത് എത്ര നമ്പർ ഓഫ് ബ്ലോക്സ് ആണ് ഉള്ളത്, ക്യാഷെ മെമ്മറിക്കകത്ത് എത്ര നമ്പർ ഓഫ് ബ്ലോക്സ് ആണ് ഉള്ളത്, മെയിൻ മെമ്മറി അഡ്രസ് സൈസ് എത്രയായിരിക്കും, അതുപോലെ തന്നെ മെയിൻ മെമ്മറി അഡ്രസ് സൈസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ബ്ലോക്ക് നമ്പർ അല്ലെങ്കിൽ ടാഗ് സൈസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എത്ര ബിറ്റ്സ് ആയിരിക്കും, ലൊക്കേഷൻ വിതിൻ ബ്ലോക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എത്ര ബിറ്റ്സ് ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഇതിൽ നമ്മൾ പറഞ്ഞു 256 ബ്ലോക്സേ ഉള്ളൂ. ഈ ഫുൾ ക്യാഷെയും നമുക്ക് മാപ്പിങ്ങിന് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ക്യാഷെ മെമ്മറിയുടെ മാക്സിമം യൂട്ടിലൈസേഷൻ ഇവിടെ നടക്കും. ഏതില്? അസോസിയേറ്റീവ് മാപ്പിങ്ങില്. അതുകൊണ്ട് തന്നെ അസോസിയേറ്റീവ് മാപ്പിംഗ് പ്രൊവൈഡ്സ് ബെസ്റ്റ് ഹിറ്റ് റേഷ്യോ. ഓക്കെ, പക്ഷെ ഇതിന് കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. ഇതിന്റെ ടാഗ് സൈസ് നിങ്ങൾ നോക്കൂ, 27 ബിറ്റ് എന്ന് പറയുന്നത് ടു ബിഗ് ആണ് ആക്ച്വലി. അതൊരു ഡ്രോബാക്ക് ആണ്. അതുപോലെ തന്നെ ഇതില് എത്ര സെർച്ചസ് വേണ്ടി വരും? അതായത് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള സ്ലോട്ടില് അവൈലബിൾ ആയിട്ടുള്ള ബ്ലോക്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? മെയിൻ മെമ്മറിയിലെ ഏതെങ്കിലും ബ്ലോക്ക് നമുക്ക് ഇങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഫസ്റ്റ് ബ്ലോക്ക് ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് വേണ്ട കണ്ടന്റ് അല്ല കിട്ടിയത് എങ്കിൽ ഞാൻ സെക്കൻഡ് ബ്ലോക്ക് സെർച്ച് ചെയ്യും. അങ്ങനെ 256 ബ്ലോക്കുകളും ഞാൻ സെർച്ച് ചെയ്യണം. അതിന്റെ അർത്ഥം എന്താണ്? സെർച്ചസ് ആർ ടു മെനി. 256 സെർച്ചസ് എനിക്ക് ഇവിടെ വേണം. സോ ഈ പറയുന്ന രണ്ട് ഡ്രോബാക്സ് ആണ് ഇതിനുള്ളത്. ടാഗ് സൈസ് ഈസ് ടു ബിഗ് ആൻഡ് സെർച്ചസ് ആർ ടു മെനി. ഇതിന്റെ അഡ്വാൻറ്റേജ് ഒന്നേ ഉള്ളൂ, ബെസ്റ്റ് ഹിറ്റ് റേഷ്യോ. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മാപ്പിംഗ് ആണ് ഡയറക്റ്റ് മാപ്പിംഗ് അല്ലെങ്കിൽ വൺ വേ സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ്. സെക്കൻഡ് ടൈപ്പ് ആണ്. ഇതിന്റെ പേര് തന്നെ നോക്കൂ, വൺ വേ സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ്. വൺ വേ ഓഫ് മാപ്പിംഗ് ഇതിനകത്തുള്ളൂ. അതായത് എനി ബ്ലോക്ക് ഓഫ് മെയിൻ മെമ്മറി, ഇത് നമ്മുടെ മെയിൻ മെമ്മറി ആണ്, നമ്മുടെ ക്യാഷെ ആണ്, ദെൻ ടാഗ്. എനി ബ്ലോക്ക് ഓഫ് മെയിൻ മെമ്മറി ക്യാൻ ഓൺലി ബി മാപ്ഡ് അറ്റ് വൺ ബ്ലോക്ക് ഓഫ് ക്യാഷെ മെമ്മറി. ഇതിൽ നമ്മൾ എൻറ്റയർ ക്യാഷെനെ ഒരു സെറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ക്യാഷിനെ മൊത്തത്തിൽ ഒരു സെറ്റ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കാം. മെയിൻ മെമ്മറീനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഈ സെറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ ക്യാഷെ എത്രയാണോ സൈസ് വരുന്നത് അത്രയും സൈസ് വരുന്ന സെറ്റ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? മെയിൻ മെമ്മറീനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. സേ സെറ്റ് 0, സെറ്റ് 1. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? സെറ്റ്സ് ആയിട്ട് മെയിൻ മെമ്മറിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. മെയിൻ മെമ്മറി എന്ന് പറയുമ്പോൾ ക്യാഷിനേക്കാൾ സൈസ് കൂടുതലാണ്. സേ നമ്മുടെ മെയിൻ മെമ്മറി 4 GB ക്യാഷെ സൈസ് 8 KB ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയത് ഇവിടെ തന്നിട്ടുണ്ട് സൈസ് ഓഫ് മെയിൻ മെമ്മറി 4 GB, സൈസ് ഓഫ് ക്യാഷെ എന്ന് പറയുന്നത് 8 KB ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒരു സെറ്റിന്റെ സൈസ് പറയാനായിട്ട് സാധിക്കില്ലേ? എത്രയൊക്കെ ഒരു സെറ്റിന്റെ സൈസ് എന്ന് പറയുന്നത്? ഒരു സെറ്റാണ് ഈ ക്യാഷെ എന്ന് പറയുന്നത്. സോ ക്യാഷെന്റെ സൈസും സെറ്റിന്റെ സൈസും എത്രയാണ്? 8 KB ആണ്. പിന്നെ നമുക്ക് ക്യാഷെ ബ്ലോക്ക് അതിന്റെ സൈസ് അല്ലെങ്കിൽ ക്യാഷെ ലൈനിന്റെ സൈസ് തന്നിട്ടുണ്ടായിരിക്കും. 32 ബൈറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. 4 GB എന്ന് പറയുമ്പോൾ നമ്മൾ GB2ന്റെ പവേഴ്സിൽ റെപ്രസെന്റ് ചെയ്യുന്നത് 2^30 എന്നാണ് കേട്ടോ. 4 നമുക്കറിയാം 2^2 ആണ് വരുന്നത്. സോ 4 GB എന്ന് പറഞ്ഞാൽ 2^32 ആയിരിക്കും. ഓക്കെ, ഇനി 8 KB നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 2^10 എന്നായിരിക്കും. MB ആണെങ്കിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 2^20 എന്നായിരിക്കും. ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണെന്ന് വിചാരിക്കുന്നു. KB എന്ന് പറയുമ്പോൾ 2^10 ആണ്. 8 എന്ന് പറഞ്ഞാൽ 2^3 ആണ്. 2^10ഉം 2^3ഉം കൂടെ വരുമ്പോൾ എത്രയായിരിക്കും? 2^13 ആയിരിക്കും ടോട്ടൽ വരുന്നത് 2ന്റെ ടേംസിൽ അല്ലെ. ഇനി സൈസ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 KB വിച്ച് ഇസ് 2^13 തന്നെ അല്ലെ. ഇനി സൈസ് ഓഫ് ക്യാഷെ ബ്ലോക്ക് അല്ലെങ്കിൽ ക്യാഷെ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
32 ബൈറ്റ്സ് ആണ്, വിച്ച് മീൻസ് 2^5 ആയിരിക്കും. ഇനി നോക്കൂ, സെറ്റിനകത്തുള്ള നമ്പർ ഓഫ് ബ്ലോക്സ് എത്രയാണെന്ന്. അതായത് നമ്മുടെ ക്യാഷേക്കകത്ത് എത്ര ബ്ലോക്സ് ഉണ്ടായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ക്യാഷേക്കകത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ടോട്ടൽ ക്യാഷെ മെമ്മറിന്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2^13 ആണെന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ സൈസ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2^13 ആണ്. അത് ഡിവൈഡഡ് ബൈ ഒരു ക്യാഷെ ബ്ലോക്കിന്റെ സൈസ് അല്ലേ ഈ പറയുന്ന നമ്പർ ഓഫ് ബ്ലോക്സ് ഇൻ എ സെറ്റ് എന്ന് പറയുന്നത്. ദിസ് ഇസ് ഈക്വൽ ടു എത്രയാണ്? 2^13 ഡിവൈഡഡ് ബൈ 2^5 എന്ന് പറഞ്ഞാൽ 2^8 അല്ലേ വരുന്നത്. അതായത് ഒരു സെറ്റിനകത്ത് 2^8 ബ്ലോക്സ് വരുന്നുണ്ട്. 2^8 എന്ന് പറഞ്ഞാൽ 256 ആണ് വരുന്നത്. സോ ബ്ലോക്ക് നമ്പർ 0, 1 അപ് ടു 2, 3 അങ്ങനെ 255 വരെ ബ്ലോക്സ് ഏതിനകത്ത് കാണും? ഈ ക്യാഷേക്കകത്ത് കാണും. ഇതൊരു ഒറ്റ സെറ്റ് ആണ് കേട്ടോ. ഇനി നമ്പർ ഓഫ് ബ്ലോക്സ് ഇൻ മെയിൻ മെമ്മറി എന്ന് പറയുമ്പോ എത്രയാണ് വരിക? മെയിൻ മെമ്മറിയുടെ സൈസ് എത്രയാ? 2^32 അല്ലേ, ഡിവൈഡഡ് ബൈ എത്ര ബ്ലോക്സ് ആണ് ഇതിനകത്ത് കാണുക? അതായത് സൈസ് ഓഫ് ക്യാഷെ മെമ്മറി ചെയ്താൽ പോരെ. നമ്പർ ഓഫ് ബ്ലോക്സ് അല്ല, നമ്പർ ഓഫ് സെറ്റ്സ് ആണ് കാണേണ്ടത് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു തിരുത്തുണ്ട്. നമ്പർ ഓഫ് സെറ്റ്സ് ഇൻ മെയിൻ മെമ്മറി എന്ന് പറഞ്ഞാൽ 2^32 ഡിവൈഡഡ് ബൈ 2^13. ദിസ് ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും? 2^19 ആയിരിക്കും. ഇനി നമ്പർ ഓഫ് സെറ്റ്സ് ഇൻ ക്യാഷെ മെമ്മറി, ബ്ലോക്സ് അല്ല സെറ്റ്സ് ആണ്, കാരണം നമ്മൾ വൺ വേ സെറ്റ് അസോസിയേറ്റീവ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്പർ ഓഫ് സെറ്റ്സ് ഇൻ ക്യാഷെ മെമ്മറി അത് നമുക്കറിയാം, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സെറ്റേ ഉള്ളൂ. ക്യാഷെ മെമ്മറി എന്ന് പറഞ്ഞാൽ ഒറ്റ സെറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നൗ മെയിൻ മെമ്മറി അഡ്രസ് എന്ന് പറഞ്ഞാൽ എത്രയാ? മെയിൻ മെമ്മറിയുടെ സൈസ് 4GB ആണ്, വിച്ച് ഇസ് 2^32. അതുകൊണ്ട് തന്നെ 32 ബിറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ മെയിൻ മെമ്മറി എന്ത് ചെയ്യുന്നത്? അഡ്രസ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ഇതെന്റെ മെയിൻ മെമ്മറി അഡ്രസ് ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. 32 ബിറ്റ്സ് കാണും. ഇതിനകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡയറക്റ്റ് മാപ്പിംഗ് ടെക്നിക്കിനകത്ത് എങ്ങനെയാ? എനി ബ്ലോക്ക് ഓഫ് മെയിൻ മെമ്മറി ക്യാൻ ഓൺലി ബി മാപ്ഡ് അറ്റ് 1 ബ്ലോക്ക് ഓഫ് ക്യാഷെ മെമ്മറി. അതായത് നമ്മുടെ മെയിൻ മെമ്മറി നമ്മൾ സെറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ കണ്ടായിരുന്നു നമ്പർ ഓഫ് സെറ്റ്സ് ഇൻ മെയിൻ മെമ്മറി എത്രയാ പറഞ്ഞത്? 2^19 അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. സോ നമ്പർ ഓഫ് സെറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കുക, 0, സെറ്റ് 0, സെറ്റ് 1, സെറ്റ് 2 അപ് ടു 2^19 മൈനസ് 1 ഇത്രയും സെറ്റ്സ് കാണില്ലേ? കാരണം 0 എന്നാണ് സെറ്റ്സ് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ബ്ലോക്സിന്റെ എണ്ണാണെങ്കിലോ സെയിം ആസ് ക്യാഷെ ബ്ലോക്സ് അല്ലെ. 0, 1 അങ്ങനെ പോയി എത്ര വരെ ഉണ്ടായിരിക്കും? 255 വരെ ഉണ്ടായിരിക്കും. ദെൻ സെറ്റ് 2ലും 0, 1 അങ്ങനെ പോയി ഏതുവരെ ഉണ്ടായിരിക്കും? 255 വരെ ഉണ്ടായിരിക്കും. പിന്നെ അങ്ങനെ ലാസ്റ്റ് സെറ്റിനകത്താണെങ്കിലും 0, 1 അങ്ങനെ പോയി ഏതുവരെ? 255 വരെ. ഇതിനകത്ത് ഒരു പോയിന്റും കൂടെ ഞാൻ പറയുകയാണ്. ഈ മെയിൻ മെമ്മറി നമ്മൾ സെറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ സെറ്റ്സിനെ നമ്മൾ അഗൈൻ ബ്ലോക്സ് ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് മാപ്പിംഗ് ടെക്നിക്കിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എ ബ്ലോക്ക് ഓഫ് മെയിൻ മെമ്മറി, ഈ മെയിൻ മെമ്മറിയിലെ ഏതെങ്കിലും ഒരു ബ്ലോക്ക് എടുക്കുകയാണ്, ഓഫ് എനി സെറ്റ്, ഏത് സെറ്റിന്റെ വേണം ആയിക്കോട്ടെ, ദാറ്റ് has to be mapped into same block number in cache memory. Means എന്താണ്? ഞാൻ സെറ്റ് 1 എടുത്തു, അതിലെ 0th ബ്ലോക്ക് എനിക്ക് എന്താ ഇതിന്റെ ക്യാഷെന്റെ 0th ബ്ലോക്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? മാപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ. അത് സെറ്റ് 1ന്റെ ആയിക്കോട്ടെ, സെറ്റ് 0ന്റെ ആയിക്കോട്ടെ, സെറ്റ് 5ന്റെ ആയിക്കോട്ടെ, സെറ്റ് 19 മൈനസ് 1ന്റെ ആയിക്കോട്ടെ. ബ്ലോക്ക് 0 ആണോ ഞാൻ മാപ്പ് ചെയ്യാൻ പോകുന്നത്, അതെന്റെ ക്യാഷെന്റെ ബ്ലോക്ക് 0ൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കൂ? മാപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനിയിപ്പോ സപ്പോസ് എനിക്ക് 254 എന്ന് പറയുന്ന ബ്ലോക്ക് ഓഫ് സെറ്റ് 1, അത് ഏതിലും എനിക്ക് മാപ്പ് ചെയ്യാൻ സാധിക്കൂ? ക്യാഷെയിലെ ബ്ലോക്ക് നമ്പർ 254 എനിക്ക് മാപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ. എ ബ്ലോക്ക് ഓഫ് മെയിൻ മെമ്മറി ഓഫ് എനി സെറ്റ് ക്യാൻ ഓൺലി ബി മാപ്ഡ് ഇൻ ടു ദ സെയിം ബ്ലോക്ക് നമ്പർ ഇൻ ക്യാഷെ മെമ്മറി. എന്താ അർത്ഥാക്കണേ? ബ്ലോക്ക് 0 ഓഫ് മെയിൻ മെമ്മറി ഓഫ് എനി സെറ്റ് ക്യാൻ ഓൺലി ബി മാപ്ഡ് ഇൻ ടു ബ്ലോക്ക് 0 ഓഫ് ക്യാഷെ മെമ്മറി. അതായത് ബ്ലോക്ക് 0 ഓഫ് ക്യാഷെ മെമ്മറി ക്യാൻ ഓൺലി കണ്ടെയ്ൻ ബ്ലോക്ക് 0 ഓഫ് മെയിൻ മെമ്മറി. ബട്ട് ഓഫ് എനി സെറ്റ്, ഏത് സെറ്റിന്റെ വേണമെങ്കിൽ ആവാം, അത് വിഷയമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എന്റെ പ്രോസസ്സർ ഒരു മെയിൻ മെമ്മറി അഡ്രസ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാല് എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയേണ്ടതായിട്ട് വരും?
ഏത് സെറ്റിലെ ആണ് കണ്ടന്റ് ഞാൻ റെഫർ ചെയ്യാൻ പോകുന്നത്, ആ സെറ്റ് നമ്പർ ഞാൻ പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് തന്നെ മെയിൻ മെമ്മറിയുടെ ഒരു പാർട്ട് എന്ന് പറയുന്നത് സെറ്റ് നമ്പർ ആയിരിക്കും. ഈ സെറ്റ് നമ്പറിനെയാണ് ഇവിടെ നമ്മൾ ടാഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ സെറ്റ് നമ്പർ മാത്രം കിട്ടിയാൽ മതിയോ? ഇതിലെ ഇപ്പൊ ഇവിടെ 256 ബ്ലോക്സ് ഉണ്ട് നമുക്ക്. അതിലെ ബ്ലോക്ക് നമ്പർ ഏതാന്ന് അറിയണ്ടേ? നമ്പർ ഓഫ് ബ്ലോക്സ് ഇൻ എ സെറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 2⁸ ആണ്. സോ ബ്ലോക്ക് നമ്പർ എന്ന് പറയുന്നത് 8 ബിറ്റ്സ് വെച്ചിട്ട് എനിക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. നൗ ലൊക്കേഷൻ വിത്തിൻ ബ്ലോക്ക് എന്ന് പറഞ്ഞാലോ 19 + 8 എന്ന് പറഞ്ഞാൽ എത്രയാ? 27. റിമൈനിങ് എത്രയാ? 5 ബിറ്റ്സ്. 5 ബിറ്റ്സ് കിട്ടിക്കഴിഞ്ഞിട്ട് എനിക്ക് ലൊക്കേഷൻ വിത്തിൻ ബ്ലോക്ക് പറഞ്ഞൂടെ? അതായത് സൈസ് ഓഫ് ക്യാഷെ ബ്ലോക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 32 ബൈറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ 2⁵ വെച്ചിട്ടാണ് ആ 32 ബൈറ്റ്സ് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ലൊക്കേഷൻ വിത്തിൻ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ 5 ബിറ്റ്സ് വെച്ചിട്ട് എനിക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കൂ, നമ്മള് ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്താൽ മതിയാവും? ഒരൊറ്റ സെർച്ചേ നമുക്ക് വേണ്ടൂ. ഒറ്റ സെർച്ചിൽ നമുക്ക് അറിയാൻ പറ്റും ഇഫ് ഇറ്റ് ഈസ് എ ഹിറ്റ് ഓർ എ മിസ്. അതായത് കാരണം ഇന്ന ബ്ലോക്ക് അതായത് 0th ബ്ലോക്കിൽ തന്നെയായിരിക്കും. മെയിൻ മെമ്മറിയിലെ 0th ബ്ലോക്ക് ആണെങ്കിൽ അത് 0th ബ്ലോക്കിൽ മാത്രമേ നമ്മൾ സെർച്ച് ചെയ്യേണ്ടൂ. റിമൈനിങ് ബ്ലോക്സിൽ നമ്മൾ സെർച്ച് ചെയ്യണോ ക്യാഷയുടെ? വേണ്ട. സോ ഒറ്റ സെർച്ചിൽ നമുക്ക് ഹിറ്റ് ആണോ മിസ് ആണോ എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും. നേരത്തെ നമ്മൾ 256 തവണ സെർച്ച് ചെയ്യേണ്ടി വന്നു. നേരത്തെ എക്സാമ്പിൾ നോക്കിയപ്പോ. അതുപോലല്ല ഇവിടെ ഒറ്റ സെർച്ചേ നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷെ ഇതിന്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ദിസ് ഇസ് എ വെരി റിജിഡ് മെത്തേഡ്. ഇതിന്റെ ഹിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ഡ്രോപ്സ് ട്രെമൻഡസ്ലി. ഹിറ്റ് റേഷ്യോ വളരെ കുറവായിരിക്കും. അതാണ് ഇതിന്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തേർഡ് മാപ്പിംഗ് ടെക്നിക്ക് നമുക്ക് നോക്കാം. 2-way സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ്. ഈ 2-way സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ്, ഇതിനെ നമുക്ക് സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ് എന്നും വിളിക്കാം കേട്ടോ. സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ്, ഈ സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ് 2-way ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2-way ആവാം, 4-way ആവാം, 8-way ആവാം. ഓക്കെ, അത് സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ് ഇറ്റ് ഡിപ്പെൻസ്, നമ്മൾ ചൂസ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും ഏത് 2-way വേണോ 4-way വേണോ എന്നുള്ളത്. ഓക്കെ, ഈ 2-way ആവുന്നതിനുള്ള കാരണം നമ്മളിപ്പോ പറയുവേ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഇതിനകത്ത് കോൺസെപ്റ്റ് എങ്ങനെയാ വെച്ചാല് എ ബ്ലോക്ക് ഓഫ് മെയിൻ മെമ്മറി ക്യാൻ ഓൺലി ബി മാപ്ഡ് ഇൻ ടു ദ സെയിം കറസ്പോണ്ടിങ് ബ്ലോക്ക് നമ്പർ ഓഫ് ക്യാഷെ മെമ്മറി ഇൻ എനി ഓഫ് ദ 2 സെറ്റ്സ്. അതായത് ഇവിടെ 2 ways ഓഫ് മാപ്പിംഗ് വരും. അതുകൊണ്ടാണ് ഇതിന് 2-way സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ക്യാഷെ മെമ്മറിനെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 2 സെറ്റ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇതൊരു സെറ്റ്, ഇതൊരു സെറ്റ്. ഓക്കെ, അങ്ങനെ 2 സെറ്റ്സ് ആയിട്ടാണ് നമ്മൾ ക്യാഷെ മെമ്മറിനെ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 2 ways ഓഫ് മാപ്പിംഗ് ഇവിടെ പോസിബിൾ ആണ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ 2-way സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ് എന്ന് പറയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് 2 സെറ്റ്സ് ഇഫ് വി കൺസിഡർ ക്യാഷെ ആസ് 4 സെറ്റ്സ്, 4 സെറ്റ് ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്തിരുന്നതെങ്കിൽ 4-way സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ് എന്നായിരിക്കും നമ്മൾ ഇതിനെ പറയാ. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. 2-way സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ് നമുക്ക് 2 സെറ്റ്സ് ആണുള്ളത്. എൻ്റെ ആ ക്യാഷെനെ വി ട്രീറ്റ് ആസ് 2 സെറ്റ്സ്. നമ്മുടെ മെയിൻ മെമ്മറിനെ നമ്മൾ സെറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. സെറ്റ് 0, സെറ്റ് 1 അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ സെറ്റ്സിനെ ഓരോന്നിനെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി മെയിൻ മെമ്മറിയിലെ ഒരു ബ്ലോക്ക് ഏത് സെറ്റിലെ വേണമെങ്കിൽ ആയിക്കോട്ടെ, ഇറ്റ് ക്യാൻ ഓൺലി ബി മാപ്ഡ് ഇൻ ടു ദ സെയിം ബ്ലോക്ക് നമ്പർ ഇൻ ക്യാഷെ മെമ്മറി അഗെയിൻ ഓഫ് എനി സെറ്റ്. 2 സെറ്റ്സ് ഉണ്ടല്ലോ, ഇതിലെ ഏത് സെറ്റിലേക്ക് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? മെയിൻ മെമ്മറി എന്നുള്ള ഒരു ബ്ലോക്ക് എടുത്ത് മാപ്പ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ബ്ലോക്ക് നമ്പർ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അതായത് മെയിൻ മെമ്മറിയിലെ ഏതൊരു സെറ്റിലെയും ബ്ലോക്ക് 0 എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഈ ബ്ലോക്ക് 0 എനിക്ക് വേണമെങ്കിൽ സെറ്റ് 0 ബ്ലോക്ക് 0 വേണമെങ്കിൽ മാപ്പ് ചെയ്യാം, അല്ലെങ്കിൽ സെറ്റ് 1 ബ്ലോക്ക് 0 വേണമെങ്കിൽ മാപ്പ് ചെയ്യാം. അതായത് ബ്ലോക്ക് 0 ഓഫ് ക്യാഷെ മെമ്മറി എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ
only contain block 0 of main memory but of any set. Okay, നമുക്ക് എക്സാമ്പിൾ നോക്കാം. സോ ക്യാഷെ മെമ്മറി, ഇതെന്റെ മെയിൻ മെമ്മറി, ഇത് ടാഗ്. നേരത്തെ സെയിം എക്സാമ്പിൾ തന്നെ, മെയിൻ മെമ്മറിയുടെ സൈസ് 4GB, സൈസ് ഓഫ് ക്യാഷെ മെമ്മറി 4GB എന്ന് പറയുമ്പോൾ 2^32 വരും. ക്യാഷെന്റെ സൈസ് എന്ന് പറയുമ്പോൾ 2^13 വരും. സൈസ് ഓഫ് സെറ്റ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ക്യാഷെനെ ഞാൻ 2 സെറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയല്ലേ. സോ വാട്ട് ഡസ് ഇറ്റ് മീൻ? 8KB ഡിവൈഡഡ് ബൈ 2. This is equal to 4KB അല്ലേ എനിക്ക് കിട്ടുക. 4KB is equal to what? 2^12 അല്ലേ വരുന്നത്? യെസ്. ഇനി സൈസ് ഓഫ് ക്യാഷെ ബ്ലോക്ക് നമുക്ക് തന്നിട്ടുണ്ട് 32 bytes. This is equal to 2^5. ഇനി നമ്പർ ഓഫ് ബ്ലോക്സ് ഇൻ എ സെറ്റ്, അതായത് നമ്മുടെ സെറ്റിന്റെ സൈസ് 2^12 ആണ് ഇവിടെ. 2^12 ഡിവൈഡഡ് ബൈ 2^5. This is equal to 2^7 അല്ലേ വരിക. 2^8 ഇല്ല. അതിന്റെ മീനിങ് എന്താ? 255 വരെ നമുക്ക് ബ്ലോക്സ് നമ്പർ ചെയ്യാനായിട്ട് സാധിക്കില്ല. 128 വരെ ഉള്ളൂ. 2^7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 128 അല്ലേ. സോ ഇവിടെ നമ്മുടെ ബ്ലോക്ക് നമ്പർ എന്ന് പറയുന്നത് 127 വരെ. കാരണം 02 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്ലോക്ക് നമ്പർ. 127 ബ്ലോക്ക് 01 അപ് ടു 127 വരെ. 01 അപ് ടു 127 വരെ. ഇനി നമ്പർ ഓഫ് അഗൈൻ ബ്ലോക്സ് അല്ല, സെറ്റ്സ് ഇൻ മെയിൻ മെമ്മറി എന്ന് പറഞ്ഞിട്ട് എത്രയായിരിക്കും? 2^32 ഡിവൈഡഡ് ബൈ 2^12 അല്ലേ. 2^32 എന്ന് പറയുന്നത് മെയിൻ മെമ്മറിയുടെ സൈസ്, 2^12 എന്ന് പറയുന്നത് സൈസ് ഓഫ് സെറ്റ് ആണ്. ദിസ് ഇസ് ഈക്വൽ ടു എത്രയാ? 2^20. ഓക്കെ. ഇനി നമ്പർ ഓഫ് സെറ്റ്സ് ഇൻ ക്യാഷെ മെമ്മറി, അത് നമുക്കറിയാം 2 ആണ്. കാരണം ഇത് 2-way സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ 2 സെറ്റ്സ് ആയിട്ടായിരിക്കും നമ്മൾ ക്യാഷെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. നൗ മെയിൻ മെമ്മറി അഡ്രസ് എന്ന് പറയുന്നത് എത്രയാണ്? 2^32 ബിറ്റ്സ് വേണം. മെയിൻ മെമ്മറി സൈസ് 2^32 ആയതുകൊണ്ട്. സോ 32 ബിറ്റ്സ്. സോ മെയിൻ മെമ്മറി അഡ്രസ് എന്ന് പറയുമ്പോൾ എന്റെ 32 ബിറ്റ്സ് ആണ് ടോട്ടൽ വരുന്നുണ്ടായിരിക്കുക. ഇതിലെങ്ങനെയാണ്? നേരത്തെ പോലെ തന്നെ എനിക്ക് സെറ്റ് നമ്പർ അറിയണം. സെറ്റ് നമ്പർ അറിയണമെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, നമ്പർ ഓഫ് സെറ്റ്സ് ഇൻ മെയിൻ മെമ്മറി എത്രയാണ് വരുന്നത്? 2^20 ആണ്. സോ 20 ബിറ്റ്സ് ഉണ്ടെങ്കിൽ എനിക്ക് സെറ്റ്, ഏത് സെറ്റിലെ ആണ് എനിക്ക് ലൊക്കേഷൻ കണ്ടന്റ് ആക്സസ് ചെയ്യേണ്ടത്, അതിന്റെ നമ്പർ അറിയണം. ദെൻ ബ്ലോക്ക് നമ്പർ അറിയണ്ടേ എനിക്ക്? ബ്ലോക്ക് നമ്പർ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കൂ, ഒരു സെറ്റില് എത്ര നമ്പർ ഓഫ് ബ്ലോക്സ് ഉണ്ട്? 2^7 ആണ്. സോ 7 ബിറ്റ്സ് വേണം എനിക്ക് ബ്ലോക്ക് നമ്പർ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ. നൗ ലൊക്കേഷൻ വിത്തിൻ ബ്ലോക്ക് നേരത്തെ പോലെ തന്നെ 5 ബിറ്റ്സ്. കാരണം സൈസ് ഓഫ് ക്യാഷെ ലൈൻ അല്ലെങ്കിൽ ക്യാഷെ ബ്ലോക്ക് എന്ന് പറയുന്നത് 2^5 ആണ്. സോ 5 ആയിരിക്കും ലൊക്കേഷൻ വിത്തിൻ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് സെർച്ചസ് എന്ന് പറയുന്നത് 2 സെർച്ചസ് ആയിരിക്കും. കാരണം എന്താ? 2 സെറ്റ്സ് ഉണ്ട് നമുക്ക്. അപ്പൊ ബ്ലോക്ക് നമ്പർ 0 എന്നുള്ളത് സെറ്റ് 1ലും വരും, സെറ്റ് 0ലും വരും. സോ ബ്ലോക്ക് 0-നകത്തുള്ള ഒരു കണ്ടന്റ് ആണ് ഞാൻ സെർച്ച് ചെയ്യുന്നത് എങ്കിൽ സെറ്റ് 1ലും സെറ്റ് 0ലും ഞാൻ സെർച്ച് ചെയ്യണ്ടേ? ഏതിനകത്ത് എക്സിസ്റ്റ്? മാക്സിമം 2 സെർച്ചസ് എനിക്ക് വേണ്ടി വരിക. ആ 2 സെർച്ചിൽ എനിക്ക് അറിയാൻ പറ്റും ഇഫ് ഇറ്റ് ഈസ് എ ഹിറ്റ് ഓർ മിസ്. ഓക്കെ. ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്. ഇതിന്റെ ഹിറ്റ് റേഷ്യോ കൂടിയില്ലേ? നേരത്തെ ഹിറ്റ് റേഷ്യോ വളരെ കുറവായിരുന്നു. നമുക്ക് 2 സെറ്റിനകത്ത് സെർച്ച് ചെയ്യാനായിട്ട് ഇവിടെ സാധിക്കും. നേരത്തെ ഒറ്റ സെർച്ചില് നമ്മുടെ എന്ത് സംഭവിച്ചു കഴിഞ്ഞു? നമുക്ക് എലമെന്റ് പ്രസന്റ് ആണോ, കണ്ടന്റ് പ്രസന്റ് ആണോ അല്ലേ എന്നുള്ളത്, മിസ് ആണോ ഹിറ്റ് ആണോ എന്നുള്ളത് അറിയാൻ പറ്റി. ഇവിടെ ഒന്നുകൂടെ കൂടി അല്ലെ. സോ ഹിറ്റ് റേഷ്യോ ഹാസ് ഇൻക്രീസ്ഡ് ഹിയർ. ക്യാഷെ പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടെർമിനോളജിയാണ് ക്യാഷെ കൊഹറൻസ്. അതായത് നമ്മള് ക്യാഷെ എന്ന് പറയുന്നത് നമ്മുടെ CPU-നും അതുപോലെ തന്നെ മെയിൻ മെമ്മറിക്കും ഇടയിൽ വരുന്ന മെമ്മറി ആണല്ലോ, മെമ്മറി എലമെന്റ് ആണ് ശരിക്കും ക്യാഷെ എന്ന് പറയുന്നത്.
ക്യാഷെ അപ്ഡേറ്റഡ് ആയാലും ചില സിറ്റുവേഷൻസിൽ മെയിൻ മെമ്മറി എന്താവില്ല, അപ്ഡേറ്റഡ് ആവില്ല. അതായത് സെയിം അഡ്രസ് കണ്ടെയ്ൻസ് ഡിഫറെന്റ് വാല്യൂസ് അറ്റ് ഡിഫറെന്റ് പ്ലേസസ്. ഈ ഡിഫറെന്റ് പ്ലേസസ് എന്ന് പറഞ്ഞാൽ ക്യാഷെയും മെയിൻ മെമ്മറിയാണ് ഉദ്ദേശിക്കുന്നത്. ഈ പ്രോപ്പർട്ടിയെയാണ് നമ്മൾ കൊഹറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ റിസൾട്ട് എന്താണ്? ദിസ് ക്രിയേറ്റ്സ് ലോസ് ഓഫ് ഡേറ്റ. ഓക്കെ, ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക കേട്ടോ. സോ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമുക്ക് രണ്ട് അപ്ഡേറ്റിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യത്തത് റൈറ്റ് ത്രൂ. ഈ റൈറ്റ് ത്രൂ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മുടെ CPU എന്ത് ചെയ്യും? സൈമൾട്ടേനിയസ് ആയിട്ട് ക്യാഷെയും അതുപോലെ തന്നെ മെയിൻ മെമ്മറിയും രണ്ടും കൂടെ അപ്ഡേറ്റ് ചെയ്യും. ഇതിനകത്ത് എന്ത് കാണില്ല? കൊഹറൻസ് കാണില്ല. ഓക്കെ, ഇതിൽ കൊഹറൻസ് ഉണ്ടാവില്ല. ഇതിനകത്ത് റൈറ്റ് ത്രൂവിനകത്ത്. ഇനി വേറൊരു അപ്ഡേറ്റിംഗ് ടെക്നിക്ക് കൂടെ നമുക്ക് പഠിക്കാനുണ്ട്, റൈറ്റ് ബാക്ക്. ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPU എന്ത് ചെയ്യും? റൈറ്റ് ഓപ്പറേഷൻ ക്യാഷേക്ക് അകത്ത് മാത്രമേ എന്ത് ചെയ്യൂ? പെർഫോം ചെയ്യുള്ളൂ. ഇതിനകത്ത് കൊഹറൻസ് ഉണ്ടായിരിക്കും, പക്ഷെ പ്രശ്നം ഉണ്ടാവില്ല. കാരണം ക്യാഷെ ബ്ലോക്ക് പുതിയൊരു ബ്ലോക്ക് വെച്ച് റീപ്ലേസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അപ്ഡേഷൻ എന്ത് ചെയ്യും? അപ്ഡേഷൻ ചെയ്യും. ഇതിനകത്ത് മെയിൻ മെമ്മറിക്കകത്ത് അപ്ഡേഷൻ ചെയ്യും. അതായത് ബിഫോർ റീപ്ലേസിംഗ് ദ ക്യാഷെ ബ്ലോക്ക് വിത്ത് ന്യൂ ബ്ലോക്ക്, the updation are taking back into the main memory. അതാണ് റൈറ്റ് ബാക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ CPU ഉണ്ട്, ക്യാഷെ ഉണ്ട്, മെയിൻ മെമ്മറി ഉണ്ട്. ഇതിനകത്ത് നമ്മൾ കണ്ടൻസ് എന്ത് ചെയ്യും? അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ അറ്റ് ദ സെയിം ടൈം എന്ത് ചെയ്യും? അപ്ഡേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ റൈറ്റ് ബാക്ക് വഴി നമ്മൾ എന്ത് ചെയ്യും? മെയിൻ മെമ്മറിയിലുള്ള കണ്ടന്റ് ഇങ്ങോട്ട് തിരിച്ചും, അതായത് ക്യാഷെന്ന് തിരിച്ചും റൈറ്റ് ബാക്ക് നമ്മൾ എന്ത് ചെയ്യും? പെർഫോം ചെയ്യും. അങ്ങനെ നമ്മൾ ക്യാഷെ കൊഹറൻസ് അവോയ്ഡ് ചെയ്യും. ഓക്കെ, ഈ രണ്ട് ടെർമിനോളജീസും കൂടെ പഠിച്ചു വെക്കുക, റൈറ്റ് ത്രൂ, റൈറ്റ് ബാക്ക് കേട്ടോ. ഇത് പോസിബിൾ ആവുന്നത് എന്താ വെച്ചാൽ ഈ ക്യാഷെ ലൈൻ ഉണ്ടല്ലോ, ഇറ്റ് കണ്ടെയ്ൻസ് വൺ എക്സ്ട്രാ ബിറ്റ്. ആ എക്സ്ട്രാ ബിറ്റിനെ നമ്മൾ മോഡിഫൈഡ് ബിറ്റ് എന്നാണ് പറയാ. മോഡിഫൈഡ് ബിറ്റ് അല്ലെങ്കിൽ അപ്ഡേറ്റ് ബിറ്റ് എന്ന് പറയാൻ വേണമെങ്കിൽ കേട്ടോ. ഒരു ബ്ലോക്ക് അപ്ഡേറ്റ് ആവുമ്പോൾ കറസ്പോണ്ടിങ് മോഡിഫൈഡ് ബിറ്റും സെറ്റ് ചെയ്യും. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റൈറ്റ് ബാക്ക് പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇപ്പൊ ശരിക്കും കഴിഞ്ഞിട്ടുണ്ട് കണ്ടൻസ്. അപ്പൊ ഈ ഒരു കുറച്ച് കോൺസെപ്റ്റുകളും കൂടെ ഓർത്ത് വെക്കാം. അപ്പൊ ക്യാഷെനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പൊ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ്, യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ് ടു യു.